സുധാകരൻ പറഞ്ഞല്ലോ ഞാനങ്ങനെ മാറാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അത് സംഘർഷം ഉണ്ടാവും കോൺഗ്രസ്സിൽ. കോൺഗ്രസിൻ്റെ അകത്ത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണെന്നുള്ളതാണ് അത് കാണിക്കുന്നത്. പൊട്ടിത്തെറി ഉറപ്പ് ഇപ്പം തന്നെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനിയും പൊട്ടിത്തെറിയുണ്ടാവും. എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ വാക്കുകളാണ്. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റിയാൽ കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകും എന്നാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത്. അത് അതുപോലെ സംഭവിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ആലുവയിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. ആ പോസ്റ്ററിലെ വാചകം ഇന്നതാണ്: ഫോട്ടോ കണ്ടാൽ പോലും സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ തിരിച്ചറിയാത്ത ആന്റോ ആന്റണിയും സണ്ണി ജോസഫുമല്ല കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്ററുകൾ ആലുവ നഗരത്തിൽ പ്രത്യക്ഷപ്പെട്ടു. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരം പോസ്റ്ററുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തകളും വരുന്നുണ്ട്. അതിനിടെയാണ് കെ സുധാകരൻ മാധ്യമങ്ങളെ കണ്ടത്. പൊട്ടിത്തെറിക്കുകയാണ് കെ സുധാകരൻ ചെയ്തിരിക്കുന്നത്. എന്താണോ എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് അത് അതുപോലെ പൊട്ടിത്തെറിച്ചുകൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിൽ നൽകിയ ഇന്റർവ്യൂവിൽ കെ സുധാകരൻ പറഞ്ഞു, മാറില്ല, KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഞാൻ മാറില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. മാധ്യമപ്രവർത്തകന്റെ ചോദ്യം ഇങ്ങനെയാണ്: KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറുമോ? അത്തരം ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടല്ലോ, മാറുമെന്നാണല്ലോ കേൾക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ മറുപടി: ഒരിക്കലുമില്ല, പാർട്ടി തീരുമാനം ഇത് സംബന്ധിച്ച് എടുത്തിട്ടില്ല, നേരിയ സൂചന പോലും ഹൈക്കമാൻഡിൽ നിന്ന് തനിക്ക് കിട്ടിയിട്ടില്ല. ഒരിക്കലും മാറില്ല എന്നാണ് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നത്. ഒരിക്കലും മാറില്ല എന്ന് മാത്രമല്ല, പാർട്ടി ഇത് സംബന്ധിച്ച് ഒരു തീരുമാനവും എടുത്തിട്ടില്ല. കഴിഞ്ഞ ദിവസം ദില്ലിയിൽ നടന്ന ചർച്ചയിൽ ഒരു സൂചന പോലും എനിക്ക് നൽകിയിട്ടില്ല KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറണം എന്നർത്ഥത്തിൽ. ഇത് വളരെ വ്യക്തമായും കെ സുധാകരൻ പറയുന്നു ഏഷ്യാനെറ്റ് ന്യൂസിൽ നൽകിയ അഭിമുഖത്തിൽ. അവിടെയും അവസാനിച്ചിട്ടില്ല. സണ്ണി ജോസഫിന്റെ പേര് പറയുന്നു കേട്ടല്ലോ, ആന്റോ ആന്റണിയാണ് അടുത്ത KPCC പ്രസിഡന്റ് എന്ന് കേട്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സണ്ണി ജോസഫിനെ ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു. ചോദിച്ചു, KPCC പ്രസിഡന്റ് കിട്ടിയോ, പദം കിട്ടിയോ എന്ന് ചോദിച്ചു. അപ്പോൾ സണ്ണി ജോസഫ് പറഞ്ഞത്, അങ്ങനെയൊന്നുമില്ല, പ്രസിഡന്റ് പറയാതെ, പ്രസിഡന്റിനോട് ആലോചിക്കാതെ ഒരു തീരുമാനം ഞാൻ എടുക്കില്ല, എന്നോട് ആരും അതേക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ്. കിട്ടുമെങ്കിൽ എടുത്തോ എന്ന് പറഞ്ഞ് ഞാൻ കളിയാക്കുകയാണ് ചെയ്തത് സണ്ണി ജോസഫിനെ. അപ്പോൾ സണ്ണി ജോസഫ് ചിരിച്ചു, ഞാനും ചിരിച്ചു. ഇതാണ് കെ സുധാകരന്റെ മറുപടി. സണ്ണി ജോസഫിനെ വിളിച്ച് സംസാരിച്ചു എന്ന് കെ സുധാകരൻ സമ്മതിക്കുന്നു. KPCC പ്രസിഡന്റ് പദത്തിന് താങ്കളുടെ പേര് പരിഗണിക്കുന്നുണ്ടല്ലോ, ആരൊക്കെയാണ് ഇത് പറഞ്ഞു പരത്തുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടിയാണ് ഇപ്പോൾ കെ സുധാകരൻ തന്നെ വെളിപ്പെടുത്തിയത്. അതിനുശേഷം മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയാണ്, പക്ഷേ വലിയ ചർച്ചയാണല്ലോ നടക്കുന്നത്, മാറ്റും എന്ന് പറഞ്ഞുകൊണ്ട്. അതിന് കൊടുത്ത മറുപടിയാണ് ഏറെ പ്രസക്തം: എന്നെ മാറ്റില്ല, അതാണ് എൻ്റെ വിശ്വാസം. എന്നെ മാറ്റില്ല എന്ന് വെച്ചാൽ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് എന്നെ മാറ്റില്ല, അതാണ് എൻ്റെ വിശ്വാസം, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് എന്ന് പറയുകയാണ് KPCC പ്രസിഡന്റ്. അതിനുശേഷം പറയുന്നു, പ്രായമല്ലല്ലോ പ്രശ്നം, പ്രാപ്തിയല്ലേ എന്നാണ്. പ്രായമായവർ എത്രയുണ്ട് കോൺഗ്രസിൽ, പ്രായമായ നേതാക്കൾ എത്രയുണ്ട് കോൺഗ്രസിൽ? പ്രായമല്ലല്ലോ പ്രശ്നം, പ്രാപ്തിയല്ലേ. ആ പ്രാപ്തി എനിക്കുണ്ട്. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് കോൺഗ്രസിനെ നയിക്കാൻ, കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കാനുള്ള പ്രാപ്തി എനിക്കുണ്ട് എന്നാണ് കെ സുധാകരൻ പറയുന്നത്. ഒരിക്കലും മാറ്റില്ല എന്ന് ഉറപ്പിച്ചു പറയുകയും ആ ആത്മവിശ്വാസം എനിക്കുണ്ട്, കോൺഫിഡൻസ് എനിക്കുണ്ട് എന്ന് ഉറപ്പിച്ചു പറയുന്നു. അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു, പിന്നെ എങ്ങനെയാണ് ഇത്തരം വാർത്തകളൊക്കെ വരുന്നത് എന്നാണ്. അപ്പോൾ പറയുന്നത്, ചില വഷളന്മാർ ഇത് പറഞ്ഞു പരത്തുകയാണ്. ചില വഷളന്മാർ പറഞ്ഞു പരത്തുകയാണ്. ആരാണ് വഷളൻ എന്ന് അദ്ദേഹം പറയുന്നില്ല. ആരെയാണ് KPCC പ്രസിഡന്റ് ഉദ്ദേശിച്ചത് എന്ന് പറയുന്നില്ല. ചില വഷളന്മാരാണ് ഇത് പറഞ്ഞു പരത്തുന്നത്, അതിൽ എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നാണ്. പറയുന്നവർ വഷളന്മാരാണ്, അവർ സ്വയം നിർത്തട്ടെ, ഞാൻ അവരോട് നിർത്താൻ പറയുന്നില്ല എന്നാണ് കെ സുധാകരൻ പറയുന്നത്. മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നത്, ഇത്തരം ചർച്ചകൾ ഇങ്ങനെ നടക്കുന്നു, മാധ്യമങ്ങളിൽ വാർത്ത വരുന്നു, മാറും മാറില്ല, മാറും മാറില്ല എന്ന് പറയുന്നു, ഇതൊന്ന് അവസാനിപ്പിക്കേണ്ടേ എന്ന് ചോദിച്ചപ്പോഴാണ് കെ സുധാകരന്റെ മറുപടി, പറയുന്നവർ വഷളന്മാർ, അവർ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, ഞാൻ അവരോട് ഒന്നും പറയാൻ പോകുന്നില്ല എന്ന്. ഇതാണ് കെ സുധാകരന്റെ പ്രതികരണം. എന്ന് വെച്ചാൽ ഒരു സംശയവും വേണ്ട, കെ സുധാകരൻ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറില്ല,
അദ്ദേഹം അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഹൈക്കമാൻഡ് തീരുമാനമെടുത്താലോ എന്തായിരിക്കും സ്ഥിതി എന്ന് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് വ്യക്തമായി മറുപടി പറയുന്നുമില്ല കെ സുധാകരൻ. ഹൈക്കമാൻഡിൽ നിന്ന് അത്തരമൊരു തീരുമാനം വന്നാൽ എന്തു ചെയ്യും? മാറിപ്പോവുക മാത്രമേ രക്ഷയുള്ളൂ. അതല്ലെങ്കിൽ അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് പുറത്തേക്ക് പോകേണ്ടി വരും. അതാണോ കെ സുധാകരൻ ചിന്തിക്കുന്നത്? കെ സുധാകരൻ കേരളത്തിലെ കോൺഗ്രസിനെ അതല്ലെങ്കിൽ ഹൈക്കമാൻഡിനെ ഭീഷണിപ്പെടുത്തുകയാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. നേരത്തെ കെ സുധാകരൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തോന്നുമ്പോൾ ഞാൻ BJP-യിലേക്ക് പോകുമെന്ന്. അതുതന്നെയാണോ കെ സുധാകരന്റെ മനസ്സിലുള്ളത് എന്ന സംശയവും ഉയർന്നു വരുന്നു. എന്ന് വെച്ചാൽ ഹൈക്കമാൻഡ് കെ സുധാകരനെ മാറ്റാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനം ഇതുവരെയും കെ സുധാകരനെ ഹൈക്കമാൻഡ് അറിയിച്ചിട്ടില്ല. കേരളത്തിലെ പല നേതാക്കളെയും അറിയിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ആന്റോ ആന്റണിയും VD സതീശനും തമ്മിൽ ചർച്ച നടത്തുന്ന ദൃശ്യവും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ആരാണ് ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത് എന്ന് കൃത്യമായി കെ സുധാകരൻ അറിയാം. അതുകൊണ്ട് തന്നെയാണ് കെ സുധാകരൻ വഷളൻ എന്ന പ്രയോഗം നടത്തിയത് എന്ന് വേണം കരുതാൻ. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതുപോലെ ഒരു സംശയം വേണ്ട, കെ സുധാകരനെ മാറ്റിയാൽ കോൺഗ്രസിനകത്ത് അത് വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കും. അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഞാൻ മാറില്ല, എന്നെ മാറ്റില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു കെ സുധാകരൻ. മാറണം എന്ന് പറയുന്നു മറ്റൊരു വിഭാഗം. ആ വിഭാഗത്തിന് നേതൃത്വം കൊടുക്കുന്നത് VD സതീശനാണ്. കെ സുധാകരന്റെ പിന്നിൽ കെ മുരളീധരൻ, ശശി തരൂർ തുടങ്ങിയ നേതാക്കൾ ഇതിനകം തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. കെ സുധാകരനെ മാറ്റേണ്ട കാര്യമില്ല എന്ന് വ്യക്തമായും പറഞ്ഞിട്ടുണ്ട്. അതിൽ കെ മുരളീധരനാണ് ഒന്ന് കയറി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത്, ഫോട്ടോയിൽ കണ്ടാൽ തിരിച്ചറിയുന്ന, കോൺഗ്രസ്സുകാർക്കെങ്കിലും തിരിച്ചറിയുന്ന നേതാവായിരിക്കണം KPCC പ്രസിഡന്റ് എന്ന്. ആന്റോ ആന്റണിയാണോ അതല്ല സണ്ണി ജോസഫാണോ എന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടിയാണ് കെ മുരളീധരൻ നൽകിയത്. ഫോട്ടോയിൽ കണ്ടാൽ കോൺഗ്രസ് പ്രവർത്തകർക്കെങ്കിലും തിരിച്ചറിയാൻ കഴിയുന്ന ആളായിരിക്കണം എന്ന്. കെ സുധാകരനെ മാറ്റേണ്ട കാര്യമില്ല, തെരഞ്ഞെടുപ്പാണ് ചർച്ച ചെയ്യേണ്ടത് എന്നാണ് കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ കോൺഗ്രസിൽ വീണ്ടും വലിയ ആഭ്യന്തര കുഴപ്പം മെല്ലെ രൂപപ്പെട്ടു വരുന്നു എന്നർത്ഥം.